ഒരുപാട് സന്തോഷമുണ്ട് ഈ സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ. നമ്മൾ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ് ഈ സിനിമ ചെയ്യാന്നുള്ളത് അല്ലേ? കാരണം നമ്മൾ ആദ്യം ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു, അത് പല കാരണങ്ങളും നടന്നില്ല. പിന്നീടാണ് മിഥുൻ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരികയും പിന്നെ ഈ ഒരു സിനിമ ചെയ്യാനുള്ളൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. അപ്പോൾ എന്താണ് പറയുക, സിനിമ വിജയിച്ചതിൽ ഇപ്പോൾ 75 ദിവസം പിന്നിട്ടു. 100 ദിവസം ആവാൻ പോകുന്ന സിനിമ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമകളൊക്കെ നമ്മൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ വിജയത്തിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. 2014 എനിക്ക് തോന്നുന്നു 2 സിനിമകൾ ഹിറ്റായിട്ടുള്ളൂ. 2ലെയും നായകനാണ് നിവിൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും നിവിനും പണ്ടൊരു പടം ചെയ്യാൻ വേണ്ടി നടന്ന സമയത്ത് അന്ന് മലയാളത്തിൽ ഇപ്പോഴത്തെ ഉള്ള സെയിം തന്നെ പ്രതിസന്ധി ആയിരുന്നു. നായകന് സാറ്റലൈറ്റ് വാല്യൂ എന്നുള്ള ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അപ്പം നിവിൻ അന്ന് വന്ന സമയത്താണ്. അപ്പോൾ അന്ന് നിവിൻ പറയായിരുന്നു നമുക്ക് ഒരു സാറ്റലൈറ്റ് തന്നെ ഒരു സമയം വരും എന്ന് പറയായിരുന്നു. അപ്പോൾ ദൈവം അതൊക്കെ ഓർത്ത് വെച്ചിട്ട് ചെയ്യണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് നമ്മളൊന്നും ഒന്നുമില്ലാതിരുന്ന സമയത്ത് ഒത്തിരി നമ്മൾ കഷ്ടപ്പെടുന്നു. ഞാനും നിവിൻ ഒരു പടം ചെയ്യാൻ വേണ്ടി എൻ്റെ ഒരു സ്റ്റോറി പടം ചെയ്യാൻ വേണ്ടി അതിന് ഐഡിയ ഒന്നും നിവിനാണ്. അത് അന്ന് ആളെയും പറയുമായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ ഓർമ്മയിലുള്ള ഒരു ദിവസം വരും, എനിക്ക് സാറ്റലൈറ്റുള്ള ദിവസം വരും എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർഷം ഇറങ്ങി 2 പടങ്ങളും ഹിറ്റായതുണ്ട്. അത് 2ലെ നായകൻ നിവിനാണ്. ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ ഈസ്റ്ററാണ്. ഈസ്റ്റർ രണ്ടുപേരുടെ ഞങ്ങൾ ഒത്തിരി വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈസ്റ്ററിന് നല്ല സന്തോഷവും അങ്ങനെ ഇരട്ടി മധുരത്തിലാണ്. അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല. ഈസ്റ്റർ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നും നമ്മളങ്ങനെ ആഘോഷിക്കില്ല. നമുക്ക് എപ്പോഴും ആഘോഷമാണ്. ഇപ്പോൾ ഈസ്റ്ററിന് തന്നെ വേണമെന്നില്ല, അല്ലാതെ നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ നമ്മുടെ അവിടെ വീടിനടുത്തുള്ള ആൾക്കാരാണ് എല്ലാവരും. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അങ്ങനെ ഇടയ്ക്ക് പ്രത്യേക ഒരു ദിവസം അതിന് വേണ്ടി ആഘോഷിക്കാനൊന്നും വേണ്ടിയിട്ട് തോന്നിയിട്ടില്ല. ഈസ്റ്റർ സ്പെഷ്യലാണ്. എന്താണ് പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുകയാണെങ്കിൽ ഈ 2 സിനിമകളും നന്നായിട്ട് പോയി. സിജോനെ സംബന്ധിച്ചിടത്തോളം സിജോയുടെ ആദ്യത്തെ സിനിമ ഒരു സൂപ്പർ ഹിറ്റാണ്. അപ്പോൾ അത് ഇപ്പോഴും എല്ലാ സംവിധായകർക്കും കിട്ടണമെന്നില്ല. അപ്പോൾ ഇനിയാണ് സിജോയ്ക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ. അതെ, കാരണം പടം ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പാടാണ്. നമ്മളെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും കഴിവുള്ള ആൾക്കാരും പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യാൻ കിട്ടുന്ന ഭാഗ്യമാണ്. അതിൻ്റെ പുറത്ത് അത് ഹിറ്റായി. അത് 75 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വട്ടായ 2 ആഴ്ചക്കുള്ളിൽ ഓടുമെന്ന് വിചാരിച്ചില്ലേ. പിന്നെ എനിക്ക് ഓർമ്മയുള്ള വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പണ്ടൊരു കമ്പനിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ അവനോട് ചുമ്മാ പറയായിരുന്നു. അപ്പോൾ അവനും അന്ന് ഒരു ഇങ്ങനെ സ്റ്റാർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാനോട് ചുമ്മാ തമാശയ്ക്ക് പറയുമായിരുന്നു, പേടിക്കണ്ട, ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിൽ ചായക്കടക്കാരൻ്റെ റോളെങ്കിൽ ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ നിവിൻ തന്ന ഡേറ്റ് വെച്ചാണ് ഞാൻ പടം ചെയ്തത്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് നമ്മൾ തമാശയ്ക്ക് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരുമിച്ചൊരു പടം ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഇതിനകത്ത് നിവിൻ്റെ മെയിൻ റോൾ അല്ലായിരുന്നു. നിവിനല്ല ഇതിനകത്ത് പടം കണ്ടവർക്ക് മനസ്സിലാവും. എന്നിട്ടും നിവിൻ പടം ചെയ്യാൻ കാരണം സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്റ്റോറി ഇഷ്ടപ്പെടാൻ പറഞ്ഞു എടാ എന്താ. അപ്പം ഞാനന്ന് ഓർമ്മയുണ്ട്, ഞാനൊന്ന് പറഞ്ഞു എടാ ലോകം മൊത്തം എനിക്ക് ചുറ്റും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുക, എനിക്കൊരു പടം ചെയ്തേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞാൽ ഇത് ഏതെങ്കിലും പടത്തിൽ കയറ്റിക്കൂടെ, ഡയലോഗായിട്ട് കയറ്റിക്കൂടെ എന്ന് വെച്ചു. അപ്പം അന്ന് അവസ്ഥയ്ക്ക് എനിക്ക് ഓർക്കണം, ഒരു വർഷം മുമ്പൊക്കെ ഈ പടം ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ് നിവിൻ. ഈ സിനിമയ്ക്ക് മാത്രമല്ല ജീവിതത്തിലും പല സ്ഥലത്ത് തന്നെ ഒരുപാട് എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവൻ നായകനായ പടം, ഞാൻ ചെയ്ത പടം ഹിറ്റാവുന്നു. അത് ഭയങ്കര ഹിറ്റാവുന്നു. അവൻ ഒത്തിരി ഇഷ്ടംപോലെ പടങ്ങൾ ഇനി വരാൻ കിടക്കുന്നത്. നിവിൻ ചെയ്യാൻ പോകുന്ന പടങ്ങൾ ഒരുപാട് ഇതിൽ നല്ല പടങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. മൊത്തത്തിൽ ഹാപ്പിയാണ്. ഈസ്റ്റർ ഭയങ്കര സ്പെഷ്യലാണ് നമുക്ക് രണ്ടുപേർക്കും. ഈ 2 സിനിമ താരതമ്യം ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. ഒരെണ്ണം ഒരു പ്യൂർ എൻ്റർടൈനറാണ്, മറ്റേതൊരു കുറച്ച് മെസ്സേജസ് ഒക്കെ പറയുന്ന കുറച്ചും ഒരു ക്ലാസി ലെവൽ അങ്ങനത്തെ ഒരു സിനിമയാണ്. അപ്പോൾ 2 പുതിയ സംവിധായകരുടെ സിനിമയാണെന്നുള്ളതാണ് ഇതിനകത്ത് സ്പെഷ്യൽ. സിജോനിക്ക് വർഷങ്ങളായിട്ട് അറിയാം, ഞങ്ങൾ ഒരുമിച്ച് ജോലി തരുന്നവരാണ്. പിന്നെ ഷൈൻ ചേട്ടൻ ഞാൻ പിന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് അങ്ങനെ പരിചയപ്പെട്ടാണ് ഷൈൻ ചേട്ടൻ. അപ്പോൾ ഈ 2 സിനിമകളും എനിക്ക് പ്രിയപ്പെട്ടതാണ്. ഒരെണ്ണം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു സിനിമയും മറ്റേത് എനിക്ക് ഒരുപാട് പെർഫോം ചെയ്യാനുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ 2 സിനിമയും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു, സ്വീകരിച്ചു. 2 സിനിമകളും നന്നായിട്ട് ഇവിടെ ഓടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു. നമ്മുടെ പടം റിലീസ് ചെയ്യണതിന് ഒരാഴ്ച മുമ്പാണ് ഈ 2 സിനിമകൾ റിലീസ് ചെയ്ത് ഒരാഴ്ച ഗ്യാപ്പിൽ റിലീസ് ചെയ്ത്. അപ്പോൾ ഈ ഒരാളുടെ സിനിമ റിലീസ് ചെയ്ത് അത് ഹിറ്റാവോ, അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയാതെ അടുത്ത സിനിമ ഒരാഴ്ചയ്ക്ക് റിലീസ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. മലയാള സിനിമയിൽ അങ്ങനെ എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ കാലഘട്ടത്തിൽ അങ്ങനെ വളരെ കുറച്ച് പടങ്ങൾ ഹിറ്റായിട്ടുള്ളൂ. ഒരാളുടെ തന്നെ ഒരാഴ്ച ഗ്യാപ്പിൽ ഇറങ്ങി 2 പടങ്ങളും സൂപ്പർ ഹിറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭാഗ്യമാണത്. അപ്പോൾ നമുക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് റിലീസ് ചെയ്തതാണ് 2ഉം. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ പടത്തിൻ്റെ ടീമും വർക്കും ഈ പടത്തിൻ്റെ ടീം വർക്കും എല്ലാം ദൈവം കാണുന്നുണ്ടായിരുന്നു. ടീം വർക്കാണ്. 2 സിനിമകളും ടീം വർക്കിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പോൾ ഓഷാനാണെങ്കിലും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വിനീതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഷാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു, അജു കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ടീം വർക്കാണ്. അപ്പുറത്തെ ഷൈൻ ചേട്ടൻ്റെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് യങ്സ്റ്റേഴ്സ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു സിനിമയാണ്. അപ്പോൾ 2നും ടീം വർക്കാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് എപ്പോഴും നല്ല ടീം ഉണ്ടാകുമ്പോഴാണ് നല്ല സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ 2 നല്ല ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് 2 നല്ല സിനിമകൾ മലയാളത്തിലുണ്ടായി എന്നുള്ളതാണ്.
ടീം വർക്ക് പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഓരോ ഓരോ സീൻ പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നിവിൻ, വിനീത്, അജു, ഷാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഓരോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ മിഥുനാണ് എഴുത്താറുണ്ടെങ്കിലും പടത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ ഐഡിയാസ് പറഞ്ഞു നിൽക്കുന്നത് നിവിനായിരിക്കും. കാരണം മിഥുൻ അതിൻ്റെ ഒരു ബേസിക് സാധനങ്ങൾ പറഞ്ഞു, അങ്ങനെ കഥ എങ്ങനെയായിരിക്കണം, ഒരു നായകനെ കാണുന്നു. എനിക്ക് തോന്നുന്നു പടത്തിലെ ലാസ്റ്റ് സീനടക്കം ഈ നായകൻ ഒരു പടം എങ്ങനെ എൻഡ് ചെയ്യുമെന്നറിയാതെ ഞാനും ഇതിന് പല പല സീനുകൾ എഴുതി വട്ടായിരിക്കുന്ന സമയത്ത് ഇവനെ കണ്ടപ്പോൾ ഇവൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ആക്കിയാലോ. നായകൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു. നായിക വന്ന് പറയുന്നത് നായകൻ പറഞ്ഞു ഞാനൊരു പാവം കർഷകനാണ്. അപ്പോൾ അവൾ അറിയാം. ആ ഡയലോഗൊക്കെ നിവിൻ്റെയാണ്. അപ്പോൾ അതുപോലെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ നിവിൻ പറഞ്ഞതും, വിനീത് പറഞ്ഞതും, അജു പറഞ്ഞതും, ഷാൻ പറഞ്ഞതും, മിഥുൻ, ലിജോ, അങ്ങനെ എല്ലാവരും പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ ഈ പടത്തിലുള്ളതുകൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ഇത്ര മനോഹരമായെന്ന് തോന്നുന്നു എനിക്ക്. കാരണം നമ്മൾ ആരോടും പറയാതെ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു സ്ക്രിപ്റ്റ് എഴുതിയാലൊന്നും ഒരു സിനിമ നല്ല വിജയം ആവണമെന്നില്ല. ടീം വർക്കാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ മോശമാണെങ്കിൽ ഇവൻ്റെ അടുത്തൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ പറയും, കൂതരാണെങ്കിൽ പറയും എടുത്തൊള്ളിലടാന്ന് പറയും. അല്ലാതെ ഇവന് വിഷമാവെന്ന് നോക്കുന്നില്ല. നമ്മൾ പറയണ ഒരു കാര്യം വളരെ നല്ലതാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിവിൻ തന്നെ എന്നോട് ഒത്തിരി സ്റ്റോറിയുടെ ഐഡിയാസ് പറഞ്ഞത്. കൊടുംഭീകരനാണ് അവൻ. അതിലുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകളുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ബന്ധമുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് എന്താ പറയുക ഒരു കൊള്ളാവുന്നൊരു സിനിമ വന്നത്. എപ്പോഴും ഒരു സിനിമ ഹിറ്റാകുമ്പോൾ അതിനകത്ത് നല്ല ടീം വർക്ക് വരുമ്പോഴാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർ തമ്മിൽ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് പറയാതെ തന്നെ അതിനകത്ത് ഒരു പോസിറ്റീവ് എനർജി വരും, ഒരു സിങ്ക് വരും എല്ലാവരും തമ്മിൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓശാനയുടെ റിലീസിൻ്റെ തലേന്നൊക്കെ ഇപ്പോൾ 83 അഭിനയിച്ച എല്ലാവരും കൂടി നമ്മളെല്ലാവരും കൂടി തിയേറ്ററിൽ പോയിട്ട് അവരായിരുന്നു കംപ്ലീറ്റ് ചെയ്യുന്ന പോസ്റ്റർ ഒട്ടിക്കലും സംഭവത്തിനൊക്കെ 83 അഭിനയിച്ച അവരെ ബിനോയും ഷിബു അവരെ കൂടി ഒരുമിച്ച് ചെയ്തു തന്നിരുന്നു. അപ്പോൾ അവർക്കൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അതൊരു ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയെ സപ്പോർട്ട് ചെയ്യാനൊക്കെ അവർ തയ്യാറായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ഷൈൻ ചേട്ടനാണെങ്കിലും സിനിമ കണ്ടിട്ട് വിളിച്ചിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലാതെ രണ്ട് പടവും നന്നായിട്ട് പോകണം, എല്ലാവരുടെയും പടങ്ങൾ വിജയിക്കണം. അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് എനർജി എല്ലാവരുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി ഞാൻ തോന്നുന്നു ആൾക്കാരിലേക്കും എത്തിയത് അതായിരിക്കണം. പിന്നെ കൂട്ടുകെട്ട് പറയുകയാണെങ്കിൽ പണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങളിങ്ങനെ വിചാരിക്കുന്നത് മോഹൻലാൽ അവിടെ ഒരു ഗ്യാങ്, ഇങ്ങനെ ട്രിവാൻഡ്രത്തൊരു ഗ്യാങ്, അതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഇന്ത്യ രസമായിരുന്നു. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ആഗ്രഹം വരുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞാൽ മേളിലുള്ള ആളതൊക്കെ നോക്കി വെച്ചിട്ട് നമ്മൾ ശരിക്കും നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പുറത്തെടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ആലാലുവിലെ പുത്രൻ്റെയും നിവിൻ്റെയൊക്കെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞാൻ വളരെ വൈകിയാണ് ആ ഗ്യാങ്ങിൽ ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാങ് വരുന്നു. അവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള പിള്ളേർക്ക് ഫിലിം ചെയ്യണം. ഇനി ഒത്തിരി പേര് വരാനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കുട്ടികൾ ശരിക്കും എന്താ പറയുക, എന്നെക്കാളും പാഷനുള്ള ആളുകൾ അവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള കൂട്ടുകെട്ടാണ് സിനിമയുടെ വിജയം എന്ന് തോന്നുന്നു. അല്ലാതെ ഒറ്റയ്ക്ക് ഒരു സിനിമ വിജയിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു എനിക്ക് പറ്റും. അങ്ങനെയുള്ള കുറേ കൂട്ടുകാരുള്ളതുകൊണ്ടാണ് ഈ സിനിമ വിജയമായത്.